2025-26 വർഷത്തെ ശാലോം സദന്റെ വാർഷിക റിപ്പോർട്ട്. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ടവരെ, ഈ ശുഭദിനത്തിൽ ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം. സ്നേഹത്തിന്റെയും കരുതലിന്റെയും തണലിൽ കഴിഞ്ഞ 10 വർഷങ്ങളായി പെയ്തിറങ്ങുന്ന ഒരു പുണ്യമായി ശാലോം സദൻ ഇന്ന് നമ്മുടെ മുൻപിൽ തലയുയർത്തി നിൽക്കുകയാണ്. ലോകം വിശക്കുന്നത് അപ്പത്തിനു വേണ്ടിയല്ല, മറിച്ച് സ്നേഹത്തിനും ആർദ്രതയ്ക്കുമാണ് എന്ന മദർ തെരേസയുടെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ടാണ് ഈ യാത്ര തുടങ്ങിയത്. ആരോരുമില്ലാത്തവർക്ക് ഒരു തുണയാകുവാനും സ്നേഹം നിഷേധിക്കപ്പെട്ടവർക്ക് ഒരു കുടുംബമാകുവാനും സാധിച്ചു എന്നതാണ് ഈ 10ാം വാർഷിക വേളയിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ആത്മസംതൃപ്തി. പൊർത്തുശ്ശേരിയിലെ കിടപ്പുരോഗികൾക്കായുള്ള അഭയഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ശാഖ 27/6/2015 പെരിഞ്ഞനത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഇരിങ്ങാലക്കുട രൂപതയുടെ കീഴിൽ സ്ഥാപിതമായ ഈ സ്നേഹഭവനം ഇന്ന് ജാതിമത ഭേദമന്യേ ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് അഭയകേന്ദ്രമായി മാറിയിരിക്കുന്നു. തികച്ചും ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഈ ശുശ്രൂഷ വിസ്മയകരമായ രീതിയിലാണ് മുന്നോട്ടു പോകുന്നത്. കഴിഞ്ഞ മെയ് 13 നാം നമ്മുടെ 9ാം വാർഷികം ആഘോഷിച്ചു. 4 PM അഭിമന്യ പോളി കണ്ണുകാടൻ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ ബലി അർപ്പിച്ചു. 5:30 PM ആരംഭിച്ച പൊതുസമ്മേളനത്തിൽ മോൺസിഞ്ഞൂർ ജോളി വടക്കനച്ചൻ അധ്യക്ഷത വഹിച്ചു. ശാലോം സദൻ ഡയറക്ടർ റവറന്റ് ഫാദർ സെബാസ്റ്റ്യൻ നടവരമ്പനച്ചൻ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചു. ശാലോം സദൻ സുപ്പീരിയർ റവർ സിസ്റ്റർ ഷെറിൻ മേരി വടക്കേൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അഭിമന്യ പോളി കണ്ണുകാടൻ പിതാവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. കയ്പമംഗലം MLA ശ്രീ E.T. ടൈസൺ മാസ്റ്റർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ത്രിഹൃദയ സന്യാസിനി സമൂഹത്തിന്റെ ഇടുക്കി നവജ്യോതി പ്രൊവിൻഷ്യൽ ഹെൽത്ത് കൗൺസിലർ റവർ സിസ്റ്റർ ജൂലി, മതിലകൻ ലാറ്റിൻ പള്ളി വികാരി ഫാദർ ഷൈജിൻ കളത്തിൽ, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡ് മെമ്പർ ശ്രീമതി സുജ ശിവരാമൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മതിലകം ഇടവക വികാരിയും ശാലോം സദൻ ചാപ്ലൈനുമായ റവറന്റ് ഫാദർ അരുൺ തെക്കിനേത്തച്ഛൻ കൃതജ്ഞത അർപ്പിച്ച് സംസാരിച്ചു. സ്നേഹവിരുന്നിനു ശേഷം ശാലോം സദന്റെ പ്രിയപ്പെട്ടവർ അവതരിപ്പിച്ച വർണ്ണാഭമായ കലാസന്ധ്യ 9ാമത് ഹോം ഡേ ആഘോഷത്തിന് കൂടുതൽ ഊഷ്മളത നൽകി. ശാലോം സദനിൽ സ്നേഹ ശുശ്രൂഷ ചെയ്യുന്നത് തിരുഹൃദയ സന്യാസിനി സമൂഹം ഇടുക്കി നവജ്യോതി പ്രൊവിൻസിലെ സിസ്റ്റേഴ്സ് ആണ്. കഴിഞ്ഞ 3 വർഷം ഈ ഭവനത്തിൽ ശുശ്രൂഷ ചെയ്ത് കടന്നുപോയ സിസ്റ്റർ ഷെറിൻ മേരി വടക്കേൽ, സിസ്റ്റർ ടെസി മയിലാടുംപാറ, 1 വർഷക്കാലം ശുശ്രൂഷ ചെയ്ത സിസ്റ്റർ അമല വലിയ പറമ്പിൽ എന്നിവർക്ക് നന്ദിയും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും. ഈ റിപ്പോർട്ട് വർഷത്തിൽ സിസ്റ്റർ ലിസറ്റ് പിച്ചാപ്പിളിൽ SH ഭവനത്തിന്റെ മദർ സുപ്പീരിയറും, സിസ്റ്റർ സോണിയ മൊഴിയാങ്കൽ, സിസ്റ്റർ ആൻമരിയ കുളങ്ങരത്തൊട്ടിയിൽ എന്നിവർ ഭവനാംഗങ്ങളായി നിയമിക്കപ്പെട്ടു. ഇവിടെ 10 കുട്ടികളെ താമസിപ്പിക്കുവാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു പെൺകുട്ടി ഉൾപ്പെടെ 8 കുട്ടികളാണുള്ളത്. ഈ കാലയളവിൽ ഇവിടേക്ക് 17 കുട്ടികൾ വന്നു. 4 കുട്ടികൾ മരിച്ചുപോയി. 3 കുട്ടികളെ വീട്ടുകാർ തിരികെ കൊണ്ടുപോയി. 2 കുട്ടികളെ അഭയാഭവനിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 1 കുട്ടിയുടെ അഡ്മിഷൻ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നു. ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെയും ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെയും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ശാലോം സദൻ പ്രവർത്തിക്കുന്നത്. നിയമപരമായ എല്ലാ രേഖകളും കൃത്യമായി സൂക്ഷിക്കുന്നതിനോടൊപ്പം കൃത്യമായി ഓഡിറ്റിംഗിലൂടെ പൂർണ്ണമായ സുതാര്യതയും ഉറപ്പുവരുത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സെമിനാറുകളിലും മീറ്റിംഗുകളിലും കൃത്യമായി പങ്കെടുക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും മികച്ച ഭക്ഷണവും ചികിത്സയും എപ്പോഴും നൽകി വരുന്നു. സ്ഥാപനത്തിന്റെ അകവും പുറവും സുരക്ഷിതവും ശുചിത്വവുമുള്ളതായി നിലനിർത്തുന്നു. കുഞ്ഞുങ്ങളുടെ ഓരോ ചെറിയ ചലനങ്ങളും ആവശ്യങ്ങളും തിരിച്ചറിഞ്ഞ് മാതൃവാത്സല്യത്തോടെ ചേർത്ത് പിടിക്കാൻ സിസ്റ്റേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കുന്നു. സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും ഈ ലോകത്ത് നിസ്വാർത്ഥമായി ഈ ഭവനവും ഭൂമിയും ദാനം ചെയ്ത ശ്രീ ജോസ് വൈലോപ്പിള്ളിയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമം. മരണദിനമായ ആഗസ്റ്റ് 24 ഈ ഭവനത്തിൽ വിശുദ്ധബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഒപ്പീസ് ചെയ്യാറുണ്ട്. ജോസ് ചേട്ടന്റെ ഭാര്യ മേബിൾ ചേച്ചിയും കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഇടയ്ക്ക് ഈ ഭവനം സന്ദർശിക്കുകയും സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നത് നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ ഇരിങ്ങാലക്കുട രൂപതയുടെ പിതാവ് അഭിമന്യ പോളി കണ്ണുകാടൻ പിതാവിനെ സ്നേഹപൂർവ്വം ഓർക്കുന്നു. പിതാവിന്റെ സ്നേഹവാത്സല്യങ്ങളും കരുതലും
ഈ ഭവനത്തിന് എപ്പോഴും വലിയ ഊർജമാണ്. തിരക്കുകൾക്കിടയിലും ഇവിടെ ഓടിയെത്താനും വിസ്തബലി അർപ്പിച്ച് നമുക്കായി പ്രാർത്ഥിക്കാനും സ്നേഹവാത്സല്യത്തോടെ കുഞ്ഞുങ്ങൾക്ക് മധുരപലഹാരങ്ങൾ നൽകി അവരെ ഓമനിക്കുവാൻ പിതാവ് കാണിക്കുന്ന നല്ല മനസ്സ് നമുക്ക് വലിയ ആശ്വാസം പകരുന്നു. പിതാവിന് ഹൃദ്യമായ നന്ദി. നമ്മുടെ മുൻ വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജോളി വടക്കനച്ചന്റെ സ്നേഹനിർഭരമായ മാർഗനിർദ്ദേശങ്ങൾക്ക് നന്ദി. അറേബ്യൻ പെനിൻസുലയുടെ അപ്പസ്തോലിക് വിസിറ്റേറ്ററായി നിയമിതനായ ജോളി അച്ഛന് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങൾ, ആശംസകൾ, പ്രാർത്ഥനകൾ. പുതിയ വികാരി ജനറൽ മോൺസിഞ്ഞൂർ ആൻഡ്രു ആലപ്പാടനച്ചന് ശാലോം സദനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഉദാര മനസ്സോടെ ഞങ്ങളോട് ഇടപെടുകയും യാതൊരു മടിയും കൂടാതെ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ഓടിയെത്തിക്കുകയും സ്വന്തം കാര്യങ്ങൾ പോലും മാറ്റിവെച്ച് ഈ ഭവനത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുകയും കാര്യങ്ങൾക്ക് കൃത്യമായി പരിഹാരം നിർദ്ദേശിക്കുകയും കുട്ടികളുടെ മാനസികോല്ലാസത്തിനായി കാക്കാത്തുരുത്തിയിലുള്ള ധനഭാമിലേക്ക് കുഞ്ഞുങ്ങളെ സന്തോഷത്തോടെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഭവനത്തിന്റെ ഡയറക്ടർ സെബിയച്ചനോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. മതിലകം ഇടവക വികാരിയും ശാലോം സദൻ ചാപ്ലൈനുമായ ബഹുമാനപ്പെട്ട അരുൺ തെക്കിനേത്തച്ചൻ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുകയും ഇടവകയുടെ ഭാഗമായി ഞങ്ങളെ ചേർത്ത് നിർത്തുകയും ദിവസവും പ്രഭാതത്തിൽ 5:10 ഞങ്ങൾക്കായി വിസ്തബലി അർപ്പിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥന കൊണ്ട് ശക്തിപ്പെടുത്തി സാന്നിധ്യം കൊണ്ട് സഹായിച്ച് ഞങ്ങളെ വിലമതിക്കുന്ന പ്രിയപ്പെട്ട അച്ഛന് ഒരുപാട് നന്ദി. ഇടവകയിലെ ബഹുമാനപ്പെട്ട ജെയിംസ് അത്യന്തനച്ഛനെയും സ്ഥാപനത്തോടുള്ള തന്റെ ഉത്തരവാദിത്തത്തിൽ ശ്രദ്ധയോടെ ഞങ്ങളെ സഹായിക്കുന്ന ബഹുമാനപ്പെട്ട സിനു അരുമ്പു പറമ്പിൽ അച്ഛനെയും ബഹുമാനപ്പെട്ട വൈദിക സിസ്റ്റേഴ്സ് നിങ്ങൾ സ്ഥാപനത്തോട് കാണിക്കുന്ന താല്പര്യത്തെയും ഏറെ നന്ദിയോടെ ഓർക്കുന്നു. ശാലോം സദന്റെ ശുശ്രൂഷകൾക്ക് സ്നേഹവും കരുതലും സഹായവുമായി ആവശ്യങ്ങളിൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ഇടുക്കി SH നവജ്യോതി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ടെസ്ലിനമ്മയെയും ടീം അംഗങ്ങളെയും ഇടയ്ക്ക് ശുശ്രൂഷകൾക്കായി ഇവിടെ വന്ന് ഞങ്ങളെ സഹായിക്കുന്ന ഓരോ സഹോദരിമാരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. സ്വന്തം ഭവനം എന്ന പോലെ ഈ ഭവനത്തെ ചേർത്ത് പിടിച്ച് സഹായിക്കുന്ന കരങ്ങളുമായി ശാലോം സദന്റെ അനുദിന ശുശ്രൂഷകൾക്ക് അനുഗ്രഹമായി നിൽക്കുന്ന നല്ല അയൽപക്ക ബന്ധങ്ങൾക്ക് നന്ദി. മതിലകം ഇടവക അംഗങ്ങളെയും സെന്റ് സെബാസ്റ്റ്യൻ കൂട്ടായ്മയിലെ അംഗങ്ങളെയും നാനാജാതി മതസ്ഥരായ നാട്ടുകാരെയും കുടുംബങ്ങളിലെയും സ്ഥാപനങ്ങളിലെയും സന്തോഷാവസരങ്ങളിൽ ഞങ്ങളെ ഓർക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന എല്ലാ ഉപകാരികൾക്കും നന്ദി. നിത്യോപയോഗ സാധനങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ മരുന്ന്, ഡ്രസ്സ്, സ്റ്റേഷനറി തുടങ്ങിയവ കൃത്യമായി നൽകുകയും ചെയ്യുന്ന സുമനസ്സുകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ബഹുമാന്യനായ MP, MLA, പഞ്ചായത്ത് പ്രസിഡന്റ്, വില്ലേജ് ഓഫീസർ, വാർഡ് മെമ്പർ, സാമൂഹ്യ പ്രവർത്തകർ, നിങ്ങളുടെ ക്ഷേമാന്വേഷണങ്ങൾക്ക് നന്ദി. കരാഞ്ചിറ ആലപ്പാട്ട് മിഷൻ ഹോസ്പിറ്റലിലെ അധികാരികൾ, ഡോക്ടേഴ്സ്, സ്റ്റാഫ്, ഇരിങ്ങാലക്കുട രൂപതയിലെ ഹൃദയ പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ്, സ്റ്റാഫ്, ഡോക്ടർ തിലകൻ, ഡോക്ടർ ബിനോയി, പെരിഞ്ഞനം കാത്തലിക് സിറിയൻ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് 3 പീടിക, നിങ്ങളുടെ സേവനങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. മാതൃവേദി, വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി, ഫ്രാൻസിസ്കൻ 3-ാം സഭ, KCYM, CLC, തിരുവാല സഖ്യം സംഘടനകൾ, ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ വിവിധ സ്കൂളുകളിൽ നിന്ന് വരുന്ന കുട്ടികൾ, കോളേജ് വിദ്യാർത്ഥികൾ, SPC, NCC, JRC കേഡറ്റുകൾ, സെന്റ് സെബാസ്റ്റ്യൻ ട്യൂഷൻ സെന്ററിലെ കുട്ടികൾ, വിവിധ സ്കൂളുകളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ, വിവിധ സന്നദ്ധ സംഘടനകൾ, നിങ്ങളുടെ വിശേഷാവസരങ്ങളിലെ ചെറുതും വലുതുമായ സംഭാവനകൾ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. വിവിധ രൂപതകളിൽ നിന്നുള്ള വൈദികർ, സിസ്റ്റേഴ്സ്, ഇടവക അംഗങ്ങൾ, ഭക്തസംഘടനകൾ, നിങ്ങൾ ഓരോരുത്തരും ഒരുമയുടെ ഈ ചങ്ങലയിലെ കണ്ണികളാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ വിലമതിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ കുഞ്ഞുങ്ങൾ ലോകത്തിനൊരു വെല്ലുവിളിയായി തോന്നിയെങ്കിലും വാസ്തവത്തിൽ അവർ നമ്മെ പഠിപ്പിക്കുന്നത് നിരുപാധികമായ സ്നേഹത്തെക്കുറിച്ചാണ്. ആതുര ശുശ്രൂഷ എന്നത് ക്രിസ്തീയ സ്നേഹത്തിന്റെ ഭാഗമായുള്ള വലിയൊരു കടമയാണ് എന്ന് ലയോ പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ, സ്നേഹവും കരുണയും ആവശ്യമുള്ള ഈ കുഞ്ഞുങ്ങൾക്ക് താങ്ങാകുക എന്നത് ഒരു വലിയ നിയോഗമായിട്ടാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. പരസ്പരം തണലാകുന്ന ഒരു വലിയ കുടുംബമായ നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ചെറിയ സന്തോഷങ്ങൾ നിറയ്ക്കുവാൻ സാധിക്കുന്നുണ്ട്.
നമുക്കെല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയില്ലായിരിക്കാം. പക്ഷേ ചെറിയ കാര്യങ്ങൾ വലിയ സന്തോഷത്തോടെ ചെയ്യാൻ നമുക്ക് സാധിക്കും. മദർ തെരേസായുടെ ഈ ചിന്താഗതിയാണ് ഈ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്തു പകരുന്നത്. കഴിഞ്ഞ കാലയളവിൽ നമ്മോടൊപ്പം സഹകരിച്ചവർക്കും സഹായങ്ങൾ നൽകിയവർക്കും പ്രാർത്ഥനയുടെ കൂടെ നിന്നവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. വരുന്ന നാളുകളിൽ കൂടുതൽ കരുതലോടെയും സ്നേഹത്തോടെയും ഈ ശുശ്രൂഷ തുടരുവാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവരുടെയും ആത്മാർത്ഥമായ പിന്തുണ ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ശാലോം സദനു വേണ്ടി സിസ്റ്റർ ലിസറ്റ് പിച്ചാപ്പിള്ളിൽ SH, സിസ്റ്റർ സുപ്പീരിയർ.